Hey guys and welcome back to Best Car Picks. Usually ഇപ്പോൾ എല്ലാവരുടെയും സംശയമായിരിക്കും എന്താണ് ഈ പുതിയ ബ്രസ ഫേസ് ലിഫ്റ്റും പഴയ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറ്റ്ലീസ്റ്റ് വിഷ്വലെങ്കിലും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന പുതിയതും പഴയതും തമ്മിലുള്ള ഒരു ഇൻ ആൻഡ് ഔട്ട് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ആണ്. ജസ്റ്റ് പറയാനില്ല, ഞാൻ പുതിയത് മുകളിലും പഴയത് താഴത്തൊക്കെ ആയിട്ട് കാണിക്കും, അപ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇൻറ്റീരിയർ മാത്രം എക്സ്റ്റീരിയർ മാത്രമല്ല, നമ്മൾ ഇൻറ്റീരിയർ ആയിക്കോട്ടെ, എഞ്ചിൻ ഓപ്ഷൻസ് ആയിക്കോട്ടെ, ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ എന്നാലും കറക്റ്റ് ആ ഒരു ഡിഫറൻസ് കാണുമ്പം കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം എക്സ്റ്റീരിയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫ്രണ്ട് ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇവിടെ ഫ്രണ്ട് എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നും കാണുമ്പോൾ ആർക്കും തോന്നില്ല. പക്ഷേ ഇതിൽ ആകെപ്പാടെ കുറച്ചെങ്കിലും വ്യത്യാസമുള്ളത് ഫ്രണ്ടിലാണ്. നമുക്ക് ഗ്രില്ലിന് ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റിനകത്ത് ടോപ്പിൽ ഒരു ചെറിയ ക്രോം ബാർ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് സിമിലർ പാറ്റേൺ പക്ഷേ കുറച്ചൊക്കെ ഒന്ന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്ന് പറയാം. ടർബോ മോഡലാണെങ്കിൽ നമുക്ക് ഒരു റെഡ് സ്ട്രൈപ്പും കൂടെ നടുവിൽ വരും. പിന്നെ താഴത്തേക്ക് ബമ്പറിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അതിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഫോഗ് ലാംപ്സിൻ്റെ ഹൗസിംഗ് മാറ്റി ബമ്പറിൻ്റെ ഓവറോൾ ഡിസൈൻ ആണെങ്കിലും കുറച്ചൊക്കെ അവർ മാറ്റി എടുത്തിട്ടുണ്ട്. അതാണ് സംഭവം. ഹെഡ്ലൈറ്റ്സ്, ഫോഗ് ലാംപ്സ് എല്ലാം LED ആണ്. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് LED ആണ്. ആ സമയം ലൈറ്റിംഗ് സെറ്റപ്പിലൊന്നും വേറെ ചേഞ്ചസ് ഒന്നുമില്ല, പ്ലേസ്മെൻറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമൊന്നും പറയാനില്ല. നമുക്ക് ഡ്യുവൽ ടോൺ ഫിനിഷ് ഒക്കെ ഓൾമോസ്റ്റ്, അതായത് ABC പില്ലേഴ്സ് എല്ലാം തന്നെ ബ്ലാക്ക് ഡൗട്ട് ആണ്. റൂഫ് വരുന്നതും ഇതിനകത്ത് ബ്ലാക്ക് ആണ്. പഴയ വണ്ടിയിൽ വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഇപ്പോഴും റൂഫ് റെയിൽസ്, ഷാക്ക് ആൻറ്റിന അതൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് താഴത്തെ ഡോറിൻ്റെ താഴത്തേക്കൊരു എടുക്കുകയാണെങ്കിൽ നമുക്ക് സിൽവർ ഗാർണിഷ് പുതിയ വണ്ടിയിൽ എക്സ്ട്രാ വരുന്നുണ്ട്. സൈഡ് ബോഡി ക്ലാഡിങ്ങും താഴത്തായിട്ട് കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അലോയ്സിൻ്റെ കേസിലാണെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. സംഭവം 16 ഇഞ്ച് അലോയ്സ് തന്നെയാണ്, പക്ഷേ എൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പോൾ താഴെ കാണാൻ പറ്റുന്നത് നമ്മുടെ പഴയതാണ്, മുകളിൽ കാണാൻ പറ്റുന്ന പുതിയതാണ്. എനിക്ക് രണ്ടും പേഴ്സണലി ഇഷ്ടമല്ല, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവർ ഡിസൈൻ മാറ്റി എന്ന് പറഞ്ഞ് ഒരു ഇത്തിരി എനിവേ അത് പേഴ്സണൽ ഒപ്പീനിയനാണ്, ഞാനിതൊന്നും പറയുന്നില്ല. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ 17 ഇഞ്ച് കിട്ടുന്ന വേറെ വണ്ടികളും ഉണ്ട്. ഒരു കംഫർട്ട് അതൊക്കെ നോക്കിയിട്ട് ഓർ പ്രാക്ടിക്കാലിറ്റി ഒക്കെ നോക്കിയിട്ട് 16 തന്നെ ഒതുങ്ങിയതായിരിക്കും. ഇനിയിപ്പോൾ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് സാഡ്ലി നമ്മുടെ സത്യം. സോ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ എക്സാക്ട്ലി സെയിം, ബ്രസയുടെ റൈറ്റിംഗ്, ബാക്കി സാധനങ്ങളെല്ലാം എക്സാക്ട്ലി സെയിം. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ബമ്പറിൻ്റെ ഡിസൈനിലെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ബമ്പറിൻ്റെ ഡിസൈനിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. ആ സിൽവർ ഗാർണിഷ്, നമ്മുടെ റിഫ്ലക്റ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ്, എല്ലാ സാധനങ്ങളും സിമിലർ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തും അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവർ എന്താണ് മാറ്റിയെന്നുള്ളതാണ് ബാക്കിലൊരു ചോദ്യം. സോ ബേസിക്കലി ബാക്കിൽ ഒന്നും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് നേരത്തെ CNG ഉണ്ടായിരുന്നു, പക്ഷേ അണ്ടർ ബോഡി CNG അല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ പുതിയ അപ്ഡേറ്റിൽ അവർ ഫൈനലി നമുക്ക് വിക്ടോർസിലൊക്കെ കിട്ടിയ പോലെ അണ്ടർ ബോഡി CNG കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി പ്ലാറ്റ്ഫോമിലൊക്കെ ചെറിയ കുറച്ച് വ്യത്യാസം വരുത്തി, പക്ഷേ സ്പെയർ വീൽ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഈ വണ്ടിയിൽ സ്പെയർ വീലില്ല. അതിന് വരും മറ്റേ നമ്മുടെ പഞ്ചർ റിപ്പയർ കിറ്റ് സാധനങ്ങളൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ. എന്തായാലും CNG എടുക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് കുറവാണ്, ഓർ ബൂട്ട് സ്പേസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമില്ല. നമ്മളിപ്പം കാണുന്ന CNG മോഡലാണ്, ഇത്ര നല്ല ബൂട്ട് സ്പേസ് ആണ് അതിനകത്ത് കിട്ടുന്നത്. ടാങ്ക് വന്ന് ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ആവുന്നില്ല. ഇനിയിപ്പോൾ ഇൻറ്റീരിയർ ചേഞ്ചസിലേക്ക് വരാനാണെങ്കിൽ ഇവിടെയും വളരെ മിനിമൽ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുള്ളൂ. ഫീച്ചേഴ്സ് കുറച്ച് എക്സ്ട്രാ ഉണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ ഡാഷ്ബോർഡ് ലേഔട്ട് എടുക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ആണ്. നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന കളർ കോമ്പിനേഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ താഴത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചധികം സിൽവർ ആക്സൻസ് ആണ് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അറൗണ്ട് ആയിട്ട് റൺ ചെയ്യുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീലും സിൽവർ ആക്സൻസ് വരുന്നുണ്ട്. പുതിയ വണ്ടിയിലേക്ക് വന്നപ്പോഴേക്കും അത് മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് പാനൽ അവർ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ AC വെൻസിൻ്റെ ഒരു കൺട്രോളർ ഉണ്ട്, അതായത് ആ അപ്പ് ആൻഡ് ഡൗൺ കൺട്രോൾസ് ആണ് പഴയ വണ്ടിയിൽ വന്നിരുന്നത്. ഇതിൻ്റെ അകത്തും അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ആണ്, പക്ഷേ എൻ്റെ ഡിസൈൻ ഗിയറിൽ, അതായത് സ്വിച്ച് ഗിയറിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ നമുക്ക് ഇനി മുതൽ താഴെ കിട്ടുന്നതായിരിക്കില്ല, അതെല്ലാം സ്ക്രീനിലായിരിക്കും കിട്ടുന്നത്. അതാണ് അതിലുള്ള വ്യത്യാസം. ബാക്കി ഓവറോൾ എസ്തെറ്റിക്സ് എല്ലാം സെയിം ആണ്. എക്സ്ട്രാ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ നമുക്ക് വയർലെസ് ചാർജറിനകത്ത് ഇപ്പോൾ കൂളിംഗ് പാഡ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മറ്റേ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിൽ പോലും നേരത്തെ നമുക്ക് 9 ഇഞ്ചസിൻ്റെ ആയിരുന്നു, ഇപ്പോൾ അത് 10.1 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ 35+ ഇൻബിൽറ്റ് ആപ്സ്, അതുപോലെ 60 ഫീച്ചേഴ്സിനടുത്ത് നമുക്ക് കണക്റ്റഡ് സുസുക്കി ആപ്പിൻ്റെ, അതായത് സുസുക്കി കണക്ട് ആപ്പിൻ്റെ അകത്ത് അത് വരുന്നുണ്ട്. പഴയതിനകത്ത് നമുക്ക് അത്രയും ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു. പിന്നെ സൈസ് സ്മാർട്ട് പ്ലേ പ്രോ എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ വേറെ എന്താ പേരുണ്ട്, എന്താണെങ്കിലും കുഴപ്പമില്ലല്ലോ. സൈസ് കൂടി UI മാറി കുറച്ചുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് എന്ന് പറയാം. പിന്നെ 360 ക്യാമറ ഒക്കെ ഡെഫിനറ്റ്ലി നേരത്തെ നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. സീറ്റ്സിന് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഡിസൈൻ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും നേരത്തെ നമുക്ക് ഫാബ്രിക് സീറ്റ്സ് മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവർ സെമി ലെതർ സീറ്റ്സ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആഡ് ആയിരിക്കുന്നത്. അതാണ് ഇതിനകത്തുള്ള മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസിൽ വ്യത്യാസം വരുന്നത്. പിന്നെ ഡോർ പാഡ്സിൽ കുറച്ച് എക്സ്ട്രാ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് മാത്രമേ ആകെപ്പാട് എനിക്ക് ഡിഫറൻസ് തോന്നിയുള്ളൂ. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലും ആക്ച്വലി കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് 6 എയർ ബാഗ്സ്, ABS, TPD, TPMS തുടങ്ങിയ സാധനങ്ങൾ, അതായത് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നേരത്തെ വണ്ടി ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. ഈ പുതിയ വണ്ടി ഏതായാലും ഒരു ലോഞ്ചിന് മുന്നേ തന്നെ ഭാരത് എൻ ക്യാബിനൊക്കെ കൊടുത്ത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അഡൽട്സിലും അതുപോലെ ചൈൽഡ് സേഫ്റ്റിക്കും വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ആരും കുറ്റം കണ്ടുപിടിക്കരുത്, അല്ലെങ്കിൽ മോശം പറയരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പഴയ വണ്ടി പക്ഷേ സെയിം, ഏകദേശം സിമിലർ ആണ്. അപ്പോൾ അതിനും 4 5 സ്റ്റാർസ് ഒക്കെ മിക്കവാറും ഭാരത് എൻ ക്യാപ്പിൽ കിട്ടേണ്ടതാണ്. അവരിത് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സ്, സേഫ്റ്റി, അതിലൊക്കെ ഡിഫറൻസ് വരുന്നത്.
ബൈ ദ വേ 3 സാധനങ്ങളെയും പറയാൻ മറന്നു. ഒന്ന് നമുക്ക് 64 കളേഴ്സിൻ്റെ എംബിയൻ ലൈറ്റ് ഇതിനകത്ത് ഇപ്പോൾ കിട്ടുന്നില്ല. ZXA പ്ലസ്സിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മോണോട്ടോൺ, അതായത് വൈറ്റ് കളർ ആയിരിക്കും. പണ്ട് നമുക്ക് വൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ 64 കളേഴ്സ് ഉണ്ട്. പിന്നെ PM 2.5 എയർ ഫിൽറ്റർ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ അലക്സ സപ്പോർട്ട് ഉണ്ട്, അത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. പിന്നെ നമുക്ക് സിംഗിൾ പെയിൻ സൺറൂഫ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്, പാനോറാമിക് ഒന്നും അല്ലാന്നേ ഉള്ളൂ. വേറൊരു ചേഞ്ച് ഉള്ളത് ലെവൽ 1 ADAS ആണ്, ഓർ അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല, 5-6 ഫീച്ചേഴ്സ്, അതായത് ട്രാഫിക് ക്രോസ് അലേർട്ട്, പിന്നെ വെഹിക്കിൾ മറ്റേ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഇല്ല, ബ്ലൈൻഡ് സ്പോട്ട് മറ്റേ അലേർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് സെഗ്മെൻറ്റിൽ അതെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സിറോസിലൊക്കെ കിയ ആദ്യം കൊടുത്തിട്ട് പിന്നെ അവരെടുത്ത് കളഞ്ഞു, ചിലപ്പോൾ കോസ്റ്റ് മാനേജ് ചെയ്യാനായിരിക്കും. ഇതിനകത്ത് പക്ഷേ നമുക്ക് കുറച്ചെങ്കിലും അവർ കൊടുക്കുന്നുണ്ട്. സോ സേഫ്റ്റി കുറച്ചും കൂടെ ബെറ്റർ ആക്കാനാണെന്ന് പറയാം. അതല്ലാതെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഞ്ചിൻ്റെ വ്യത്യാസം അതുപോലെ ട്രാൻസ്മിഷൻ്റെ വ്യത്യാസത്തിനെ പറ്റി സംസാരിക്കാം. നേരത്തെ നമുക്ക് 1.5 ലിറ്റർ എണ്ണ പെട്രോൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് 103 PS 137 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 5 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ പക്ഷേ നമുക്ക് ഫ്രോങ്സിലൊക്കെ ഉള്ള 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനും കൂടെ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അത് ഫ്രോങ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 99 bhp, അതുപോലെ 147 Nm ടോർക്കായിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് 110 PS പവറും അതുപോലെ 170 Nm ടോർക്കും കിട്ടുന്നുണ്ട്. അതുപോലെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അവരിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ റേഞ്ച് ആഡ് ചെയ്തെന്നാണ് പറയുന്നത്. സോ 1 ലിറ്ററിൽ മാത്രമല്ല, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 1.5 K15C NA, അതായത് നമ്മുടെ നേരത്തെ ആ ഒരു പഴയ എഞ്ചിൻ 4 സിലിണ്ടർ എഞ്ചിനിലും NA എഞ്ചിനും അവർ ഈ ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. 6 സ്പീഡ് ടോക്കൺ മോട്ടറൊക്കെ സെയിം തന്നെയാണ്. ഏതായാലും ടർബോ പെട്രോളിൽ നമുക്ക് മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ, ഓട്ടോമാറ്റിക് കിട്ടുന്നില്ല. അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ട സമയത്തും കുറേ പേര് അതിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 1 ലിറ്ററിൽ ഓട്ടോമാറ്റിക് അവർക്ക് കൊടുക്കായിരുന്നു എന്നുള്ളത്. ചിലപ്പോൾ ഫ്രോങ്സിൽ കൊടുത്തിട്ട് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് അധികാരം എടുക്കാത്തതുകൊണ്ടായിരിക്കും അവരത് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത്. ഏതായാലും നമുക്ക് നേരത്തെ വീഡിയോയിൽ ചെയ്യാൻ പറ്റേണ്ടിരുന്നൊരു സംഭവമാണ് ഏതൊക്കെ വേരിയൻറ്റ് ഏതൊക്കെ എഞ്ചിനാണ് കിട്ടുന്നത് എന്നുള്ളത്. സോ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. K15, അതായത് നമ്മുടെ 1.5 NA എടുക്കുകയാണെങ്കിൽ അത് ബേസ് വേരിയൻറ്റ് പോലെ, മാനുവൽ ആണെങ്കിൽ ZXi വേരിയൻറ്റ് വരെ കിട്ടുന്നുള്ളൂ. പിന്നെ ZXi ഡ്യുവൽ ടോൺ ഉണ്ട്, അവിടെ വരെയാണ് വരുന്നത്. LXi, VXi, ZXi ഡ്യുവൽ ടോൺ. ഇനി K15 തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് മോഡൽസ് വരുന്നുണ്ട്. അതാണെങ്കിൽ VXiയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ZXi പ്ലസ് ഡ്യുവൽ ടോൺ ഏറ്റവും മാക്സിമം വരെ പോകുന്നുണ്ട്. ഇനി നമ്മുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ പുതിയതാണെങ്കിൽ നമുക്ക് ബേസ് മോഡൽ മുതൽ ടോപ്പ് മോഡൽ വരെ എല്ലാത്തിലും ഡ്യുവൽ ടോൺ ആയിക്കോട്ടെ, എന്ത് മോഡൽ എടുത്താലും എല്ലാത്തിലും ഒരു കൊടുത്തിട്ടുണ്ട്. സോ അത് കൊള്ളാം. പിന്നെ നമ്മുടെ CNG അത് നമുക്ക് LXi, VXi, ZXi പിന്നെ ZXi ഡ്യുവൽ ടോൺ വരെയാണ് കിട്ടുന്നത്. ZXi പ്ലസിലും ZXi പ്ലസ് ഡ്യുവൽ ടോണിലും അത് കിട്ടുന്നില്ല. സോ ഇതാണ് ഇതിൻ്റെ വേരിയൻസും അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ല, പക്ഷേ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളത് ബേസ് മോഡലിൻ്റെ പ്രൈസ് ഏത് വണ്ടിയുടെ ആണെന്നുള്ളതാണ്. സോ നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിയുടെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 7.39 lakhs ആണ്. നേരത്തെ വണ്ടി 8.26 lakhsൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 13 lakhs വരെയൊക്കെയാണ് പൊക്കോണ്ടിരുന്നത് എക്സ്ഷോറൂം. പുതിയ വണ്ടി മിക്കവാറും ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ ബേസ് മോഡൽ നമുക്ക് അവർ ഏകദേശം ഒരു 80,000 രൂപ അടുത്തൊരു പ്രൈസ് കുറച്ചിട്ടെന്ന് പറയും. അത് കൊള്ളാം. പക്ഷേ എന്നാലും ഏത് എഞ്ചിനാണ് കിട്ടുന്നതെന്നും കൂടെ പറയായിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 ലിറ്റർ ആകുമ്പോൾ പിന്നെ സൈസ് കുറവല്ല, അപ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി അത് തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല. 1 ലിറ്റർ നമുക്ക് MPFA അല്ല, TGD എഞ്ചിൻ, അതായത് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനാണ് വരുന്നത്. ടെക്നോളജി പുതിയതാണ്, ടർബോ ചാർജ്ഡ് ആണ്, മറ്റേനൊക്കെ കുറച്ചുകൂടെ പവറും കൂടുതലാണ്. അതുകൊണ്ട് 3 സിലിണ്ടർ ആണ്, ചെറിയ എഞ്ചിനാണ് എന്ന് പറഞ്ഞാൽ അതിനെ ചെറുതാക്കി കാണരുത്. അതിന് ശരിക്കും പ്രൈസ് കൂടുതലാണ് വരേണ്ടത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 1.5ൻ്റെ അകത്ത് എക്സ്ട്രാ ടാക്സും വരുന്നുണ്ട്. അത് 20% ആണ് എക്സൈസ് ഡ്യൂട്ടി വരുന്നത്, കമ്പനി പേ ചെയ്യേണ്ടത്. പക്ഷേ 1 ലിറ്ററിലേക്ക് വരുമ്പോഴേക്കും 8% എക്സൈസ് ഡ്യൂട്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യുമ്പം ഇവർ ഏത് എഞ്ചിൻ ഏതിലാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതും കൂടെ അവരിന്ന് ക്ലിയർ ആക്കിയിരുന്ന കൊള്ളായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സാധാരണ വരുമ്പോഴും ഒറ്റയടിക്ക് എല്ലാ വണ്ടിയിലും പ്രൈസ് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഈ വണ്ടിയുടെ കേസിൽ മാത്രമാണ് ഈ ജസ്റ്റ് ബേസ് മോഡൽ മാത്രം പ്രൈസ് പറഞ്ഞിട്ട് അവരങ്ങ് പോയത്. അധികം വൈകാതെ തന്നെ ഫുൾ പ്രൈസ് വരുമായിരിക്കും. പക്ഷേ അത് ഒറ്റയടിക്ക് പറയുന്നതായിരുന്നു നല്ലത്. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ രണ്ട് വണ്ടിയും തമ്മിലുള്ള കമ്പാരിസണിൽ പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സായി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.